ചപ്പാത്തി എന്നും കഴിക്കണല്ലോ. നാല് പേരുള്ള ഒരു ബിരിയാണി വാങ്ങിച്ച് 4 പേര് ആൾ കിച്ചൺ മേടിച്ചാൽ ഇതാണ് കോഴ്സ് റാഡിഷ്. സംഭവം നമ്മുടെ മഞ്ഞളൊക്കെ പോലെ ഇരിക്കും. ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറേ കാലങ്ങൾക്ക് ശേഷം ഞാൻ തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പോൾ ഞാനിന്നൊരു ട്രിപ്പ് പോവുകയാണ്, പളനി കൊടൈക്കനാലിലെ ട്രിപ്പ്. അപ്പോൾ അതായിരിക്കും ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ രാത്രി 9:30 അപ്പോൾ രാത്രി ഞങ്ങൾ ഇറങ്ങുന്നത്. അതേ കയ്യിൽ ഫുഡ് കഴിക്കാനുള്ള പേപ്പർ പ്ലേറ്റും സ്പീക്കറും ബാഗും എല്ലാം കയ്യിലുണ്ട്. അപ്പോൾ ഫ്രണ്ട്സിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. നമ്മൾ ഗ്യാസ് ഊറ്റി മാറ്റിയിട്ട് പുതിയൊരു ഗ്യാസ് ഊറ്റി ഗ്യാസ് ഊറ്റി എടുക്കാൻ നിൽക്കുകയാണ്. ഇപ്പോൾ സുഹൃത്തുണ്ട്, അതുലുണ്ട്, ബാക്കിലൊരു അങ്കിളിനെ കാണാം. ആക്ച്വലി അത് എൻ്റെ പ്രായമുള്ളൂ, പക്ഷേ കാണുമ്പോൾ ഒരു തണ്ട വൈബാണ് അവൻ. അപ്പോൾ ഓക്കെ, അതെ ഞങ്ങൾ ഇനി ഇവിടെ നിന്ന് ഇപ്പം നമ്മൾ വൈറ്റില പമ്പിലാണ് നിൽക്കുന്നത്. വൈറ്റില പമ്പിൽ നിന്ന് ഗ്യാസ് ഊറ്റിയൊക്കെ എടുത്ത് നേരെ പളനി. അപ്പോൾ അതെ നമ്മൾ അങ്കമാലി എത്തിയിരിക്കുകയാണ്. ഇനി ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ചായ കുടിക്കണം. എന്നെ ഒരു ഉറക്കില്ലെന്നാണ് പറഞ്ഞേക്കുന്നത്, പക്ഷേ എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. അത് ഞാൻ നോക്കും. എന്തെന്ന് തന്നെ ഉറക്കാതിരിക്കാൻ അത് ഞാൻ നോക്കും, കണ്ണു കുത്തും. അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഒരു ചായ കുടിക്കും. അതിമോഹമാണ് അതിമോഹം. ഞാനെന്തായാലും പറയും, എനിക്ക് ഉറക്കം വന്നാൽ ഞാൻ നിങ്ങളൊക്കെ പകപോക്കുവാണല്ലേ. ഇപ്പൊ എന്തായാലും വെട്ടണം. ആരും കയറാൻ പോകുന്നില്ല, കണ്ടോട്ടാ. 4 മണിക്ക് പറഞ്ഞിട്ടുണ്ട്, ഒരു 6 മണിയാവേണ്ട ആരും പളനി കയറില്ല. നമുക്ക് നോക്കാം എത്ര മണിക്ക് കയറാൻ പറ്റുമോ. എപ്പോ കയറിയാലും നമ്മൾ എന്തായാലും കയറും. അത് കഴിഞ്ഞിട്ട് നേരെ സ്ട്രേറ്റ് കൊടൈക്കനാൽ. പെട്രോൾ ഫില്ല് ചെയ്യാൻ വന്നേക്കുവാണ്. XP95 സുജീഷിന്റെ കാറാണത്. അവൻ XP95 മാത്രമാണ് വണ്ടിയിൽ അടിക്കുള്ളൂ. ഇനി അവനൊരു സംശയം വേണ്ട, ഞങ്ങളിത് XP95 ഫുൾ ടാങ്ക്. നമ്മൾ കുതിരാൻ എത്തിയട്ടോ. പയ്യാണ് പോണേ, വലിയ സ്പീഡൊന്നുമില്ല. കണ്ടാണ്ട 60 ആസ്വദിച്ച്. അല്ലടാ, ഓവർ സ്പീഡുകൾ നമ്മൾ എടുക്കാറില്ല. വലിയ സീനില്ല. സുജീഷ് കാണണം. സുജീഷ് നമ്മളിത് കണ്ടില്ലേ, വണ്ടി 63-ലാണ് പോകുന്നത്. ഇത്രയും പതുക്കെ ഓടിക്കുന്ന കൂട്ടുകാരെ നീ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടാവില്ല. വീഡിയോ എടുക്കാൻ വേണ്ടി പതുക്കെ പോയതാണെന്ന് വിചാരിക്കരുത്. ഞങ്ങൾ അങ്ങനെ ചെയ്യുന്ന ആൾക്കാരല്ല. അല്ലടാ സുജിത്തെ? അതെ അതെ. അതുള്ള കണ്ടില്ലേ, അതിൽ ഉറങ്ങിയെന്ന് തോന്നണട്ടോ. കുറച്ച് ഉറക്കം വരുന്നുണ്ട്. എല്ലാവരും തുമ്മണുണ്ടല്ലോ. ഒരു കോഫി കുടിക്കാൻ വേണ്ടി നിർത്തിയേക്കുവാണ്. ഇപ്പോൾ നമ്മളിവിടെ എവിടെ എത്തിയടാ? നമ്മൾ മംഗലംപാലം വടക്കാഞ്ചേരി എത്തിയിട്ടുണ്ട്. വടക്കാഞ്ചേരി എത്തി. അപ്പോൾ അത് തൃശ്ശൂർ പാലക്കാട് ബോർഡറാണ്. കോഫിയും കുടിച്ച് പയ്യെ അങ്ങ് പോവാം. പഴനി എത്തി. 3:30 4:30ക്കാണ് നിർമ്മാല്യം. അപ്പോൾ നിർമ്മാല്യം തൊഴാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഒന്ന് കുളിക്കണം. എന്തായാലും ഞാൻ ഫോൺ കൊണ്ടുപോകുന്നില്ല, കാര്യം ഇപ്പോൾ മുകളിലോട്ട് ഫോൺ കയറ്റില്ല എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ മുകളിലോട്ട് ഫോൺ കൊണ്ടുപോകുന്നില്ല. ആ ഫോണൊക്കെ കാറിൽ വെച്ചിട്ട് കുളിച്ച് തൊഴുതിട്ടൊക്കെ വരാം. പഴനിയിൽ നിന്ന് തിരിച്ചിറങ്ങുവാണ്. ഇനി ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് നേരെ കൊടൈക്കനാലിൽ പോകാനാണ് പ്ലാൻ. അപ്പോൾ ഫുഡ് ഞങ്ങൾ ഉണ്ടാക്കി തന്നെയാണ് കഴിക്കുന്നത്, പുറത്തുനിന്നൊന്നും കഴിക്കുന്നില്ല. ഞങ്ങൾ ഗ്യാസ് സ്റ്റവും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതെ, ഈ കാണുന്നതാണ് പഴനി മലയുടെ ബാക്ക് സൈഡ് കേട്ടോ. അപ്പോൾ അവിടുത്തെ കാണുന്നത് ഇടുമ്പമല, ഇത് പഴനി മലയുടെ ബാക്ക് സൈഡ് കാണുന്നുണ്ട്. ഫുള്ള് മരങ്ങളാണല്ലോ. ഇപ്പോൾ ക്ലിയർ ആയിട്ട് കാണാം. ഈ കാണുന്നതാണ് പഴനിമല, ഈ കാണുന്നതാണ് മറ്റമല. അതിലൊക്കെ എൻ്റെ മുകളിലിരിക്കുന്നത്. ഫുഡ് വെക്കാനുള്ള പരിപാടി സ്റ്റാർട്ട് ചെയ്യുവാണ്. ഗ്യാസും സ്റ്റവും കാര്യങ്ങളൊക്കെ ഈ അങ്കിൾ സെറ്റ് ചെയ്യുന്നുണ്ട്. നമ്മളപ്പോൾ ഇപ്പി നൂഡിൽസ് ആണ് ഉണ്ടാക്കുന്നത്. ആ പൊടി പൊട്ടിച്ചിട്ടുണ്ടാ കുക്കറിൽ, മറ്റേ സോസ് പാനൊന്നും എടുത്തില്ല, അതുകൊണ്ട് കുക്കറിലുണ്ടാക്കുന്നു. അപ്പം നമ്മൾ ഉണ്ടാക്കുന്നത് ഇപ്പി നൂഡിൽസും ഓംലെറ്റ് ഉണ്ടാക്കണ്ട. ഓംലെറ്റിന് പകരം ഓക്കെ മുട്ട ചിക്കി പൊരിച്ച് ഇത് ചേർത്താണ് ഇപ്പോൾ നമ്മൾ കഴിക്കാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പം ഞാൻ പോയി പച്ചക്കറി കഴിയട്ടെ, കുറച്ചധികം പണികളുണ്ട്. അതായത് വിശക്കാണ്. ഞങ്ങൾ ഇത്രയും പേര് ഇവിടെ പണിയെടുക്കുന്നു. ഒരുത്തൻ സുഖമായിട്ട് അവിടെ ഇരുന്ന് ഉറങ്ങുന്നു. ഇങ്ങനെ ഒരുത്തൻ എല്ലാ കൂട്ടത്തിലും കാണും. ഇവനൊന്നും ട്രിപ്പ് കൊണ്ടുപോയി ചെയ്യരുത്. ഈ പട്ടി കണ്ടോ, ഇവിടെ ഒരു പട്ടി ഉണ്ട്. അവൻ കുറേ നേരമായിട്ട് നമ്മൾ കുരച്ചോണ്ടിരിക്കണേ. ഇവിടെ ഒരുത്തൻ നിന്ന് അരിയണമുണ്ട്. ഇവിടെ ഒരുത്തൻ എന്താണ്ടൊക്കെ ഇട്ട് മാഗിയിലിട്ട് ഇളക്കുന്നുണ്ട്. ഇവൻ പിന്നെ ചത്ത്, പറഞ്ഞിട്ട് കാര്യമില്ല. മർഗയ സാല വിശക്കും. മറ്റേ പാത്രം കഴുകിയ വെള്ളം തരും, അല്ലാണ്ട് വേറെ ഒന്നും തരില്ല. ഞങ്ങളെല്ലാവരും ഫുഡ് കഴിച്ചു തുടങ്ങി. അപ്പോൾ ഞങ്ങൾ മാഗി ഉണ്ടാക്കി. മാഗി അല്ല, ഇപ്പിയാണ്.
അപ്പം ഇപ്പം ഞാൻ കഴിക്കുവാണ്. നല്ലതാണ്. നമ്മൾ ഈ ഒരു വൈബിലൊക്കെ ഇരുന്ന് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. വിശപ്പും ഉണ്ട്, നല്ല വിശപ്പും ഉണ്ട്. പിന്നെ എന്ത് കുറ്റങ്ങളും കുറവുകളും ഉണ്ടെങ്കിൽ നമ്മളങ്ങ് കഴിക്കും. എങ്ങനെയാണ്ടാ? അടിപൊളി. നീ പണിയെടുക്കണം, പണിയെടുത്തിട്ട് തരണം, അപ്പോഴാണ് ആ ഒരു ഇത് മനസ്സിലാവുള്ളൂ. പണിയെടുക്കാണ്ട് കഴിക്കുമ്പോൾ അല്ലേ അവനെ കൊടുക്കരുതായിരുന്നു അവന്. അപ്പോൾ ഞാൻ കഴിക്കട്ടെ. ചെക്ക് പോസ്റ്റിന് ചെക്കിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞായിരുന്നു. നമ്മുടെ വണ്ടിക്ക് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് പ്രശ്നമൊന്നും ഉണ്ടായില്ല. വേറെ വണ്ടികൾ പിടിച്ചൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. കൊടൈക്കനാലിൽ വരുമ്പോൾ പ്ലാസ്റ്റിക് ബോട്ടിൽ കാര്യങ്ങളൊന്നും വണ്ടിയിൽ വെക്കാതിരിക്കുക. പിന്നെ സിഗരറ്റ്, മദ്യക്കുപ്പികൾ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവർ പിടിച്ച് ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ്. അപ്പോൾ അങ്ങനെയൊന്നായിട്ട് കൊടൈക്കനാലിൽ വരാതിരിക്കുക. പിന്നെ കണ്ടില്ല ഇവിടെയൊക്കെ നിറച്ച് നല്ല നല്ല വ്യൂസ് കണ്ട. ഞങ്ങളിനി നേരെ റൂമിലോട്ടായിരിക്കും ഇവിടെ നിന്ന് തന്നെ. ഇവിടെ നിന്ന് തന്നെ ഒരു പഴനിമലയുടെ വ്യൂസ് ഒക്കെ കാണാം. പക്ഷേ ഫോണിൽ നിങ്ങൾക്ക് അത്രത്തോളം കാണാൻ പറ്റില്ല. നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്ന പോലെയല്ലല്ലോ ഫോണിൽ കാണുന്നത്. പക്ഷെ ഫുള്ള് മലകളാണ്. ഇതിൽ ഏതാ പഴനിമല എന്നാണ് ഇപ്പോൾ എനിക്കൊരു ഡൗട്ട്. കൊടൈക്കനാൽ എത്തിയിട്ടുണ്ട്. അപ്പം എന്തായാലും നൈസായിട്ടൊന്ന് ഗുണ കേവ് ഒന്ന് പോയി കണ്ടിട്ട് വരാമെന്ന് കരുതി പോയിക്കൊണ്ടിരിക്കുവാണ്. അയ്യോ പയ്യപ്പോടാ. കൊടൈക്കനാൽ തണുപ്പത്ത് ഐസ്ക്രീം കഴിക്കുവാണ്. അവിടെ ഒരു പേസ്ട്രി ഉണ്ട്. അവിടുത്തെ ഒരു ഹോം മെയ്ഡ്, ഇത് ചിക്കു ഐസ്ക്രീം. ഞാൻ രണ്ടുപേരും ചിക്കു ഐസ്ക്രീമാണ് മേടിച്ചത്. അവൻ ലൈസാണ് ഞാൻ. ആശാൻ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. അവൻ ഡൈറ്റൊക്കെ പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ ഐസ്ക്രീം, തണുപ്പത്തെ ഐസ്ക്രീം കൊള്ളാം. എന്നാലും ഡൈറ്റൊക്കെ പോയി. അവൻ ഷുഗർ കൊള്ളാം. ഗ്രീൻ വാലി വ്യൂ പോയിന്റിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇത് പുറകെ കാണുന്നതാണ് ഗ്രീൻ വാലി വ്യൂ പോയിന്റ് കൊടൈക്കനാലിലുള്ള. അപ്പോൾ കോളായതുകൊണ്ടാണ് ഇത് കാണാത്തത്. അല്ലെങ്കിൽ താഴെ നല്ലൊരു പച്ചപ്പാടം കാണാൻ പറ്റും. ഓക്കെ, മറിച്ച് കോട വന്നുകൊണ്ടാണ് ഇപ്പോൾ അതൊന്നും കാണാൻ പറ്റാത്തത്. അവിടെ നൈസ് ക്രൗഡ് ഉണ്ട് കണ്ടോ. ഫുള്ള് കോടയാണ് കേട്ടോ. ഗുണ കേവിൽ കയറാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് എടുത്തു. 40 രൂപ. ആൾക്ക് ഒന്നിക്ക് 10 രൂപ വെച്ചിട്ടാണ്. ഇത്ര ടിക്കറ്റ് പിടിച്ചോടാ. ഇതിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ നല്ല വൈബാണ്. നല്ല കോടയുണ്ട്. ഞാൻ ഹുഡി എടുത്തിട്ട് എനിക്ക് പെട്ടെന്ന് തണുക്കും. കണ്ടോ നല്ല കോടയുണ്ട്. ഒരു എൻഡിലോട്ട് എത്തി. ഇവിടെ നിന്നെങ്ങാണ്ടും ചാടിപ്പോയിട്ടാണ് സുഭാഷ് മറ്റേ കുഴി പോയത്. കണ്ടോ ഇത്രേ ഉള്ളൂ. ഇവിടെയൊക്കെ ഫുള്ള് ഫെൻസ് വെച്ച് അടച്ചേക്കുവാണ്. ആ പാറയുടെ ഉള്ളിലാണെന്ന് തോന്നുന്നു മറ്റേ സാധനം ഇരിക്കുന്നത്, ആ കുഴി ഇരിക്കുന്നത്. ഇതിൻ്റെ മുകളിൽ കയറി നോക്കി അടിപൊളിയായിരുന്നു. പക്ഷേ അവിടെ അടച്ചേക്കാണ്. വൻ ക്രൗഡാണ്. അണ്ണന്മാർ കുറച്ച് സീനാണ്. ഇതിൻ്റെ മുകളിൽ കണ്ടില്ലേ, ഈ വാഷ് ടവറിൻ്റെ മുകളിൽ കയറാൻ പറ്റില്ല. അതവിടെ അടച്ചു വെച്ചാൽ മരക്കഷ്ണമൊക്കെ വെച്ചിട്ട്. അപ്പോൾ ഞങ്ങൾ നൈസായിട്ട് ഇവിടുന്ന് ഇപ്പം തന്നെ ഇറങ്ങും. ഇനി ഇവിടെ വേറെ ഒന്നും കാണാനില്ലല്ലോ. ഇനി നേരെ നമ്മൾ പൂണ്ടിയിട്ടല്ലേ. ഇനി ഞങ്ങൾ നേരെ പൂണ്ടി പോയി റൂം എടുക്കും, ഒന്ന് ഫ്രഷ് ആവും. അപ്പോൾ അതേ പൂണ്ടിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതായിരിക്കാണ് പളനിമല വ്യൂ പോയിന്റ് കണ്ടത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വ്യൂ പോയിന്റ് കാണാൻ നിർത്തി. അപ്പോൾ ഞാൻ എന്താ വ്യൂ പോയിന്റ് കാണിച്ചു തരാടാ. കണ്ട ഗൈസ്, ഇതാണ് പളനിമല വ്യൂ പോയിന്റ്. അടിപൊളിയാട്ടോ ഈ വ്യൂ പോയിന്റ്. നല്ല കോട ഉണ്ട് ഇവിടെ. ഞാൻ എൻ്റെ സ്റ്റേയുടെ അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് സ്റ്റേ. കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അമ്മമാരവിടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ മാറണം. അപ്പോൾ ഫോണിന് ചാർജ് ഇല്ല. അപ്പോൾ ഫോണൊന്ന് ചാർജ് ചെയ്യട്ടെ. ഹേ ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നലെ ഇതിൻ്റെ കണ്ടിന്യൂറ്റി എടുക്കാൻ പറ്റിയില്ല. കാര്യം ഫോണിൽ ചാർജ് ഉണ്ടായില്ല. പിന്നെ ഫുഡൊക്കെ കഴിച്ച് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. 2 ദിവസമായി ഉറങ്ങിയിട്ട്. നമ്മൾ വ്യാഴാഴ്ച രാത്രി ഇറങ്ങിയതാണ്, ഉറങ്ങിയിട്ടില്ല. പിന്നെ വെള്ളിയാഴ്ച അപ്പം ഒന്ന് ശരിക്കും ഇന്നലെ രാത്രി ശരിക്കും ഉറങ്ങാമെന്ന് കരുതി ഫുഡ് കഴിച്ച് നേരെ പോയി കിടന്നുറങ്ങി. ആക്ച്വലി നേരത്തെ എണീറ്റതാണ്. എന്നിട്ട് ഒരു കട്ടൻ കാപ്പിയൊക്കെ കുടിച്ചിട്ട് വീണ്ടും പോയി കിടന്നുറങ്ങിയിട്ട് ഇപ്പോൾ ഞങ്ങൾ എണീറ്റിട്ടുണ്ട്. സുയിത്തൊക്കെ ഇരിക്കുന്നുണ്ട്. ഇവിടെ ഫുഡ് ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ് ശിശു അങ്കിൾ. അപ്പോൾ അവൻ ഫുഡൊക്കെ ഉണ്ടാക്കിയപ്പോൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് ഞങ്ങൾ പൊറോട്ടയും മുട്ടക്കറിയും കൊണ്ടുവന്നിട്ടുണ്ട്, ചപ്പാത്തിയും കൊണ്ടുവന്നിട്ടുണ്ട്, ബ്രെഡ് ഇരിക്കുന്നുണ്ട് കേട്ടോ. പൊറോട്ടയും മുട്ടക്കറി. ഞാൻ പൊറോട്ട തിന്നും. എനിക്ക് പൊറോട്ട 5 പൊറോട്ടയേ ഉള്ളൂ. 2 ഞാൻ തിന്നും, 3 അവൻ തിന്നും. ശിശുമോൻ ബ്രെഡ് കഴിച്ചോ. നീ അതിലെ നീ എന്ത് കഴിക്കേണ്ടതെന്ന് വെച്ചാൽ നീ ചപ്പാത്തി കഴിച്ചോ. അപ്പോൾ ഗൈസ്, അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി ഫുഡൊക്കെ ഒന്ന് കഴിക്കട്ടെ. എന്നിട്ട് ഇവിടുന്ന് നേരെ പൂണ്ടിരാജനെ കാണാൻ പോകണമെന്നുണ്ട്. പൂണ്ടിരാജനെ കാണാൻ പറ്റുമായിരിക്കും, നോക്കാം. അല്ലെങ്കിൽ നമ്മൾ അവിടെ നിന്ന് പിന്നെ കാവഞ്ചി പോയിട്ട് കൊടൈക്കനാൽ പോയി അവിടെ നിന്ന് സ്റ്റേ ഉണ്ടാവും. അത് കഴിഞ്ഞ് നാളെ കമ്പം തേനി വഴി വീട്ടിലോട്ട്. അതേ പൊറോട്ട
ഇത് റെഡി ടു കുക്ക് പൊറോട്ട കേട്ടോ. നമ്മൾ ആ സാധനം മേടിച്ചിട്ടാണ് ചുട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് സുയിത്ത് പൊറോട്ട ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ ചപ്പാത്തി ഇല്ലടാ? ബ്രെഡും ഉണ്ട്. ഇതൊക്കെ ഉണ്ടാക്കി കഴിക്കണം. അത് മുട്ടക്കറി ഇതേ മുട്ടയൊക്കെ ഇവിടെ അടിച്ച് ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഉണ്ടാക്കുന്ന സാധനം അടിപൊളിയാണെന്ന് ഞാൻ പറയില്ല. കണ്ടില്ലേ സാമ്പാറിൽ മുട്ട ഇട്ട് എങ്ങനെയിരിക്കും അതേപോലെയാണ് മുട്ടക്കറി ഉണ്ടാക്കി വെച്ചേക്കുന്നത്. നമ്മൾ ഫിറോസിക്ക് കളിക്കാൻ വരില്ല, നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് ഞാൻ പറയില്ല. കണ്ടോട്ടാ, ഇതാണിപ്പോൾ ഇവിടുത്തെ അവസ്ഥ. ഇങ്ങനെയാണ് ആക്കി വെച്ചേക്കണേ. മുട്ട കണ്ട. ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങുവാണ്. ഇനി നേരെ നമ്മൾ പൂണ്ടിരാജനെ കാണുന്നുണ്ടോ? പൂണ്ടിരാജനെ വിളിക്കണം. അപ്പോൾ പൂണ്ടിരാജനെ വിളിച്ചിട്ട് കാണാൻ പറ്റുമെങ്കിൽ കാണും. ഇത് ഞങ്ങൾ കാറി കയറാൻ പോവാണ് ഗൈസ്. അപ്പോൾ പൂണ്ടിരാജന് കിട്ടുമെങ്കിൽ അത് ഞാൻ കാണിക്കും, അല്ലെങ്കിൽ നേരെ കൊടൈക്കനാൽ ഗൈസ്. അപ്പോൾ അതെ നമുക്ക് പൂണ്ടിരാജൻ, രാജനല്ല പൂണ്ടിരാജ കേട്ടോ. അപ്പം ഞാൻ എല്ലാത്തിനും പൂണ്ടിരാജൻ എന്നാണ് പറയുന്നത്. പൂണ്ടിരാജൻ എന്നാണ് പുള്ളിയുടെ പേര്. അപ്പോൾ പുള്ളിനെ കണ്ടുപിടിച്ചിട്ടുണ്ട്. പുള്ളി ഒരു 15 പുള്ളിയുടെ കടയാണല്ലോ ഇത്. അപ്പോൾ പുള്ളിയുടെ കടയാണിത്. ഒരു 15 മിനിറ്റ് ഇവിടെ ഇരിക്കും. അപ്പോൾ ഞങ്ങൾ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പുള്ളി പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പുള്ളിക്ക് വേറെ ആൾക്കാരുണ്ട്. അപ്പോൾ നോക്കട്ടെ, പുള്ളി പോയിട്ട് വരട്ടെ, എന്നിട്ട് ബാക്കി നമുക്ക് നോക്കാം. പൂണ്ടിരാജ എണ്ണ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് പുള്ളി. അപ്പോൾ പുള്ളി ഇപ്പോൾ നമ്മുടെ അടുത്തോട്ടാണ് തന്നെ. നമുക്ക് കുറച്ച് കാര്യങ്ങൾ അവസാനം, അതായത് ഓട്സ് റാഡിഷ് അവസാനം ട്രൈ ചെയ്യണം. പൂണ്ടിരാജ എണ്ണേനെ ഞാൻ കണ്ട്. സാധനം നമ്മൾ വലിക്കുന്നതൊന്നും നമ്മൾ ഷൂട്ട് ചെയ്തില്ല. പുള്ളിക്ക് എന്തൊക്കെ ഇഷ്യൂസൊക്കെ വന്നിട്ടുള്ളതുകൊണ്ട് നമ്മളതൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. ഞാൻ എന്താ ഓട്സ് റാഡിഷ് കാണിച്ചു തരാം. ഇതാണ് ഓട്സ് റാഡിഷ്. സംഭവം നമ്മുടെ മഞ്ഞളൊക്കെ പോലെ ഇരിക്കും. മഞ്ഞൾ ആ സെറ്റപ്പ്. ആ ചെറിയൊരു മണമുണ്ട്. അതിങ്ങനെ കാണിച്ചിട്ട് അതിൽ തിരുമും. അപ്പോൾ അതിലൊരു ഓയിൽ വരും. അന്നേരം ഇതിനെ വലിക്കുക ചെയ്യുന്നത്. വലിക്കുമ്പോൾ നമുക്ക് ഇതിൽ കൂടി തീ പോകണ ഒരു സാധനം ചുമയ്ക്കും. പുള്ളി പറയുന്നത് നമുക്ക് ചെവിടൊക്കെ തുറക്കുന്നതാണ്. പക്ഷേ എനിക്ക് ചെവിടിപ്പോൾ തുറന്നിട്ടുണ്ട്. പുള്ളി തുറന്ന പോലെ സംഭവം നല്ലതാണെന്നാണ്. കപത്തിനും കാര്യങ്ങളൊക്കെ ചീത്ത രേമ്പക്കം വരും കുറച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ചീത്ത സാധനങ്ങളൊക്കെ ഉള്ളിക്കാട്ടിനൊക്കെ പോകുന്നതാണ് പറയുന്നത്. സാധനം കൊള്ളാം, എന്തായാലും നല്ല രസമുണ്ട്. മൂക്കൊക്കെ ഒന്ന് തുറന്ന് അങ്ങനെ കബം ഇങ്ങനെ വരുന്നുണ്ട്. അത് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. കബം ഇങ്ങനെ കയറി വരുന്നുണ്ട്. ഇവിടെ നല്ല മഴയാണ്. അപ്പോൾ ഞങ്ങൾ ഡയറക്റ്റ് കൊടൈക്കനാലിൽ പോവുകയാണ്. ഞാൻ കൊടൈക്കനാലിലെത്തി. ഞങ്ങൾ റൂമൊക്കെ എടുത്ത് ഇപ്പോൾ റൂമിൽ കിടക്കുവാണ്. കണ്ടില്ലേ, ചാള വറക്കാൻ ഇട്ടേക്കുന്ന പോലെ ഒന്ന് കിടക്കുവാണ്. നല്ല തണുപ്പുണ്ട്. ഒന്നാമത്തെ കാര്യം അവിടെ നിന്ന് വന്ന് നല്ല ക്ഷീണം. കാറിലിരുന്ന് ഒരു വൊമിറ്റിംഗ് ഒക്കെ വന്ന് പിന്നെ ഞാൻ ഇറങ്ങി ഛർദ്ദിച്ച്. അത് കഴിഞ്ഞ് ഇപ്പോൾ എല്ലാവർക്കും ഉണ്ട് കേട്ടോ വയ്യ. വണ്ടിയിൽ ഇരുന്നിട്ടാണെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ് ഇവൻ്റെ മുട്ട സാമ്പാർ കൂട്ടിയിട്ടാണോ എന്ന് അറിയില്ല. അപ്പോൾ ഞാൻ ഇത്തിരി ചാറ് കഴിച്ചുള്ളൂ. അപ്പോൾ എനിക്ക് കുറച്ച് നേരം ഒന്ന് കിടന്നിട്ട് ഒന്ന് ഫ്രഷ് ആയിട്ട് പുറത്തോട്ട് ഇറങ്ങാനുള്ള പരിപാടിയാണ്. ഞങ്ങൾ ഫുഡ് കഴിക്കുകയാണ്. ഫുഡ് കഴിച്ചു തുടങ്ങിയിട്ട് കുറച്ച് നേരമായി. വിശപ്പിൻ്റെ ആ ഒരു ഇതിൽ ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. ഇതല്ലേ ഇപ്പോൾ റൈസും ചിക്കനും ഓൾമോസ്റ്റ് ഇവരുടെയൊക്കെ തീർന്ന് അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞാനും കഴിക്കട്ടെ. ഞാൻ ഇവിടെ ഫുഡ് കഴിച്ച് കുറച്ച് ഫുഡ് വേസ്റ്റ് ഉണ്ടായിരുന്നത്, കുറച്ച് ചിക്കൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ ഇത് കൊടുക്കാൻ കുറച്ച് അത് കഴിക്കാൻ വേണ്ടി കുറച്ച് ആൾക്കാരോട് വന്നിട്ടുണ്ട്. ആൾക്കാരെ ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, റോട്ട് വീലറൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ. റോട്ടുണ്ട്, വേറെ ഒരു ഡോഗൊക്കെ ഉണ്ട്. പക്ഷെ ഇത് കഴിക്കുമല്ലോ എനിക്കറിയില്ല. കഴിഞ്ഞ റോട്ടൊക്കെ എനിക്കും ഉണ്ട്. പക്ഷെ എനിക്ക് പേടിയുണ്ട് വേറൊരു പട്ടീനെ. ഇതൊന്നും ഞാൻ ഗ്രില്ല് അടച്ചു വെച്ചിട്ടാണ് അതിന് ഫുഡൊക്കെ കൊടുത്തത്. അപ്പോൾ അതെ ഞാൻ കൊടൈക്കനാൽ ലേക്കിൻ്റെ അവിടെയാണ് എത്തിയേക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ലേക്കിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ ചുറ്റും നടക്കുവാണ്. ഇതേ കണ്ടോ, ഇവന്മാർക്ക് കുറച്ച് തണുപ്പുണ്ട്, അവനും തണുപ്പുണ്ട്. ഇതിപ്പോൾ സിഗരറ്റ് വലിക്കുന്നതല്ല, ഇവിടെ ഇന്ന് ഊതിയ പുക വരും. മഞ്ഞാണ് കണ്ടില്ലേ. പക്ഷെ എന്നാൽ ഞങ്ങളുടെ കൂട്ടത്തിൽ തണുപ്പില്ലാത്ത ഒരുത്തരും കൂടി ഉണ്ട്. ഒരു കാണ്ടാമൃഗത്തിന്റെ ഇവൻ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് അവനും അറിയില്ല. 14 ഡിഗ്രി തണുപ്പ്. ശരിക്കും നല്ല തണുപ്പുണ്ട്. കുറച്ച് കഴിഞ്ഞ് ഇതൊക്കെ എടുത്ത് ഞാൻ തലയിൽ കിട്ടും. അത് കാര്യം എനിക്ക് ഇത്രയും തണുപ്പ് പറ്റില്ല ഗൈസ്. ഇവിടെ നിന്ന് നേരെ ഇനി നടക്കാന്നാണ് പറഞ്ഞേക്കുന്നത്. 4 കിലോമീറ്റർ ഉണ്ട് ഇത് ചുറ്റും. ഞാൻ എന്തായാലും നടക്കില്ല. അത്ര നടന്നു കഴിഞ്ഞാൽ ഞാൻ വീഴും. ഞാൻ വീണ് കഴിഞ്ഞാൽ പെട്ടി മേടിച്ച് വീട്ടിലേക്ക് പാക്ക് ചെയ്യും. പെട്ടി മേടിക്കുന്ന കാര്യമല്ല പറയുന്നത്. നേരെ എടുത്ത് ലേക്കിലേക്ക് ഇടും. ഐസ്ക്രീം കഴിച്ചാലോ നമുക്ക്? ഒറ്റ ഐസ്ക്രീം ഉണ്ടോ അവിടെ? ഞാനില്ല, എനിക്ക് ഐസ്ക്രീം വേണ്ട. അപ്പോൾ ഞാൻ ഐസ്ക്രീം ഒന്നും കഴിക്കുന്നില്ല. അവന്മാര് ഐസ്ക്രീം കഴിക്കട്ടെ. ഞങ്ങൾ റൂമിൽ പോകുന്നതിന് മുമ്പ് ഞങ്ങളൊരു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഡോമിനോസ് പിസ്സ കഴിക്കണമെന്ന്. അപ്പോൾ ഡോമിനോസിൽ ഐസ്ക്രീം കഴിക്കാം, പിസ്സയും കഴിക്കാമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ചെന്നപ്പോൾ ഡോമിനോസ് 11 മണിക്ക് അടച്ചു. ഞങ്ങൾ ചെന്നപ്പോൾ 11:15. പക്ഷെ നാളെ നമ്മൾ എന്തായാലും പിസ്സ തിന്നും. അതിപ്പോൾ ഒരു വാശിയാണ്. എന്നിട്ട് ഇപ്പോൾ വണ്ടി എടുത്ത് നമ്മൾ 5 കിലോമീറ്റർ ഇങ്ങോട്ട് ഐസ്ക്രീം കഴിക്കും.
നമ്മളിതാ ഒരു 10 പുഷപ്പ് അടിച്ച് ഇവിടെ കാല് വെച്ചിട്ട് കാലത്ത് വെച്ചിട്ട് 10 പുഷപ്പ് അടിച്ച് അതിൽ വേറെ അടിച്ച് നമ്മളെ സ്വിച്ച് അടിച്ച് രണ്ടുപേരും തന്നെ അടിക്കാനാണ്. അപ്പൊ അതെ നമ്മൾ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ വാട്ടർഫോൾസിൽ വന്നേക്കാണ്. സിൽവർ കാസ്റ്റൈൽ വാട്ടർഫോൾസ് പറഞ്ഞ ഇങ്ങോട്ട് ചായക്കട നോക്കി വന്നതാണ്. പക്ഷെ ഇവിടെ ചായക്കടയും കാര്യങ്ങളൊന്നും ഉണ്ടായൊന്നുമില്ല. അപ്പൊ വന്ന വഴിക്ക് ഒരു ഇന്നോവയുടെ സ്പെയർ വീല് വീല് പഞ്ചറായിട്ട് സ്പെയർ വീല് മാറ്റി വയ്ക്കാൻ വേണ്ടി അവരെ സഹായിച്ച്. അത് മിസ്റ്റർ വാളയാർ പരമശിവം ചെത്താണ്. ആ കാറിൽ 2 പെണ്ണുങ്ങളുണ്ടായത്. ആ പെണ്ണുങ്ങളെ കാണാൻ വേണ്ടിയിട്ടാണ് ഇവന് ഓടിച്ചെന്ന് നമുക്ക് മനസ്സിലായി. പിന്നെ എന്തെങ്കിലും കാണിക്കോട്ടെ, അല്ലാണ്ട് ഇവരെ കാറൊക്കെങ്കിലും നന്മ ചെയ്യോ? ഇല്ല. അപ്പോൾ ഇനി നമുക്ക് ചായ കൂടി കുടിക്കണം. ചായ കുടിച്ചിട്ട് ചിലപ്പോൾ റൂമിലോട്ടായിരിക്കും, അറിയില്ല. എന്തെങ്കിലും പ്ലാൻ ചേഞ്ച് ഉണ്ടെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഗുഡ് മോർണിംഗ്. അപ്പോൾ അതേ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ഇന്ന് ബ്രെഡ് ഓംലേറ്റ് ഉണ്ടാക്കി കഴിച്ചു. കുറച്ച് ലേറ്റ് ആയതുകൊണ്ടാണ് വീഡിയോ ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പോൾ ഞങ്ങൾ വണ്ടിയിൽ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് ഞങ്ങൾ ഇവിടുന്ന് നേരെ കമ്പംതേനി റൂട്ട് പിടിക്കാൻ പോവുകയാണ് ഗൈസ്. അപ്പോൾ പോണ വഴിക്കുള്ള കാഴ്ചകളൊക്കെ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. എന്തെങ്കിലും കാഴ്ച കാണാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഇന്നലെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഡോമിനോസിൽ ഇന്ന് പോകും. ഡോമിനോസിൽ പോകണം. എടാ പോവില്ല നമ്മൾ ഡോമിനോസിൽ പോവും, ഐസ്ക്രീം കഴിക്കും. ഡോമിനോസിൽ പോവും, ഐസ്ക്രീം കഴിക്കും. ഞാൻ ഐസ്ക്രീം കഴിക്കില്ല, പക്ഷേ ഞാൻ ഡോമിനോസിൽ പോകും. അത് ഇന്നലെ എനിക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചു. പക്ഷെ 11 മണി ഡോമിനോസ് അടച്ച്. അതാണ് പറ്റിപ്പോയത്. ഇവൻ ഇത്രയും കാലം ഒരു ഷുവർ കട്ടായിരുന്നു. പക്ഷേ 2 ദിവസമായിട്ട് അപ്പം നീയോ? ആശാൻ കാണുന്നുണ്ടെങ്കിൽ അപ്പം നീയോ? ഞാനും. നിങ്ങൾ രണ്ടുപേരും ഓക്കെ ഗൈസ്. അപ്പോൾ ഞങ്ങൾ പയ്യെ ഇറങ്ങുവാണ്. അപ്പോൾ ബലൂൺ വെടിവെച്ച് പൊട്ടിക്കാൻ വന്നേക്കുവായിരുന്നു. അപ്പോൾ ബലൂൺ വെടിവെച്ച് പൊട്ടിച്ച 5 എണ്ണം പൊട്ടിച്ച അതിലൊരു പാവ കിട്ടും. അപ്പോൾ സുജിത്താണ് വെടിവെച്ച് പൊട്ടിക്കാൻ പോകുന്നത്. അവൻ എത്ര എണ്ണം പൊട്ടിക്കുമെന്ന് നോക്കട്ടെ. ഏതാ ഇതാ ടോക്കൺ നമ്പർ 1. ഒരെണ്ണം പൊട്ടിച്ചിട്ടുണ്ട്. ഇവനാണ് കേരളത്തിലെ റോക്കി ബോയ്. അടുത്ത് പൊട്ടുവോ? എന്താ കൊണ്ടില്ലേ? ഒരെണ്ണം പോയി. ടൈപ്പാണ് കേട്ടോ സാധനത്തിൽ നിന്ന് പോണില്ല. കൃഷ്ണദാസ് വെക്കാൻ പോകുന്നു വെടി. ബോട്ടിങ്ങിന് വന്നേക്കുവാണ്. അപ്പൊ 4 പേരുടെ പെഡൽ ബോട്ടാണ് എടുത്തേക്കുന്നത്. ഇപ്പൊ ദിവന്മാര് റെസ്റ്റ് എടുക്കുക കണ്ടില്ലേ? ഇത് ഞാനും അതിലും കൂടി ചവിട്ടി ഇവിടെ ഊപ്പാട് ഇളകും. ഒരു ഐസ്ക്രീമും മേടിച്ച് ഇപ്പോൾ ഞാൻ ബോട്ടി ചവിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ മാത്രം. അതെ, പക്ഷെ ഞങ്ങള് ഐസ്ക്രീം കഴിച്ചിരിക്കുന്നു. എല്ലാവരും കഴിക്കുമ്പോൾ എനിക്കും കൊതിയാവില്ല. കഴിക്കുമ്പോൾ ഞാൻ മാത്രം വെറുതെ ഇങ്ങനെ ശരിയല്ലല്ലോ. അപ്പോൾ ഞാനും കഴിച്ചു. എന്നിട്ട് ഇപ്പോൾ ചവിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഐസ്ക്രീം കഴിക്കടെ. കഴിച്ച്. അപ്പോൾ അത് ഞാൻ പറഞ്ഞ പോലെ തന്നെ പിസ്സ നമ്മൾ ഓർഡർ ചെയ്ത് ഇന്ന് പിസ്സ കഴിച്ചിട്ടേ കൊടൈക്കനാലിൽ നിന്ന് ഇറങ്ങുമോ. ഇന്നലെ നമ്മളിവിടെ വന്നപ്പോൾ ഇത് അടച്ചിട്ടേച്ച്. അപ്പോൾ ഞങ്ങളിത് പിസ്സ ഇത് 18-1 അല്ലേ? 18-1 പിസ്സയും അത് പനീർ ബ്രെഡും. അപ്പോൾ ഇത് നിങ്ങൾക്ക് നല്ല പേസ്ട്രി കിട്ടണമെന്നുണ്ടെങ്കിൽ കൊടൈക്കനാൽ വന്നാൽ അതെ ഈ പേസ്ട്രി കോർണറില്ലേ ഇവിടെ വന്നാൽ മതി. ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല പേസ്ട്രി കിട്ടും. അപ്പോൾ ബോർവെയിൽ തന്നെ ഉണ്ടാക്കുന്ന സാധനം കുറെ വർഷങ്ങളായിട്ടുള്ളതാണ്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ലിമിറ്റഡ് ആയിരിക്കും ഇവർ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അപ്പം തന്നെ സാധനം തീരും. പിന്നെ ഇപ്പം സമയം നമ്മൾ 3:30 ടൈം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സാധനം കിട്ടും. 1 മണിക്കൂർ വെയിറ്റിംഗ് ഉണ്ടെന്നാണ് പറഞ്ഞത്. രാവിലെ വരും, അത് തീരും, പിന്നെ ഉച്ച കഴിഞ്ഞിട്ടായിരിക്കും ഇവിടെ സാധനം വരുന്നത്. അപ്പോൾ നിങ്ങൾ കൊടൈക്കനാലിൽ വരുവാണെന്നുണ്ടെങ്കിൽ പേസ്ട്രി കഴിക്കണമെന്നുണ്ടെങ്കിൽ ഈ പേസ്ട്രി കോർണർ ഒന്ന് ട്രൈ ചെയ്യാം. മാസ്റ്റ് ട്രൈ ഐറ്റം തന്നെ ആയിക്കോട്ടെ. ഞങ്ങൾ ഓൾറെഡി വാങ്ങിയ സാധനം കൂടിയാണ്. പക്ഷെ എന്താ പ്രശ്നം പറ്റിയെന്ന് വെച്ചാൽ നമുക്കപ്പോൾ വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. തിരക്കും ഭയങ്കര എടുക്കാൻ പറ്റില്ല. നമ്മൾ പോയ ടൈമിൽ ഇവിടുന്ന് വാങ്ങിയിട്ടാണ് പോയത്. അപ്പോൾ എന്തായാലും നിങ്ങൾ വരുവാണെന്നുണ്ടെങ്കിൽ ഈ സാധനം ഒന്ന് വാങ്ങിച്ച് കഴിച്ചു നോക്കും. അത് നമ്മൾ കൊടൈക്കനാലിൽ നിന്ന് ഇറങ്ങുവാണ്. കൊടൈക്കനാൽ ചെറിയ ഗ്രാമങ്ങളിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ കയറുണ്ടല്ലോ കുറേ നേരമായിട്ട് ഒതുക്കിയും തന്നെയില്ല, വെറുതെ ഇട്ട് നമ്മൾ ഒട്ടായിക്കൊണ്ടിരിക്കുക. ഈ കയറ് അണ്ണാച്ചിമാരെ കൊണ്ട് ഭയങ്കര ശല്യമാണ്. ഫോണടിച്ച് പിടിക്കുക. നമുക്ക് ഭയങ്കര അഹങ്കാരമാണ്. നമുക്കൊന്നും ഇത്ര അഹങ്കാരമില്ല കേട്ടോ. പക്ഷെ ഇനി ശബരിമലക്ക് വണ്ടികളൊക്കെ അങ്ങോട്ട് വരട്ടെ, നമുക്ക് ശരിയാക്കി കൊടുക്കണുണ്ട്. ഫോണടിച്ച് നമ്മളും പിടിക്കാൻ പോണേ ശല്യമാണ് ഇവന്മാരെ കൊണ്ട്. അപ്പോൾ കഴിച്ചപ്പോൾ ഇനി കമ്പംതേനി
അങ്ങനെ ഞാൻ കമ്പത്തെത്തിയിരിക്കുകയാണ്. അപ്പം നമുക്ക് കുറച്ച് ലേറ്റായി. അങ്ങനെ കുറച്ചത് കാരണം കൊണ്ട് ഇപ്പോൾ കമ്പത്തത് മുന്തിരിത്തോട്ടം, ഇതാണ് കമ്പത്തുള്ള മുന്തിരിത്തോട്ടം. അപ്പം ഞങ്ങളുടെ മുന്തിരിത്തോട്ടത്തിലോട്ട് നടക്കുകയാണ്. ഐസ്റ്റേ മുന്തിരി ഉണ്ടായി കിടക്കണ ബ്ലാക്ക് മുന്തിരി. ഇത് പറിക്കാനും പാടില്ല, തൊടാനും പാടില്ല കേട്ടോ. 500 രൂപ ഫൈൻ എന്നാണ് അവർ പറയുന്നത്. 500 രൂപ ഫൈൻ. നല്ല രസമുണ്ട് കേട്ടോ. മുന്തിരി കൃഷി ചെയ്ത് എങ്ങനെ ഇരിക്കോടാ? ഇനി ഞങ്ങൾക്ക് മുന്തിരി കൃഷി ചെയ്യണം. ഉണ്ടല്ലേ, ഈ ഫുള്ള് മുന്തിരി കൃഷിയാണോ? ഐസ്റ്റേ പച്ച കളർ, പച്ച മുന്തിരി. ഇത് പച്ച മുന്തിരിയല്ല, പച്ച ആയി വരുന്ന മുന്തിരി. ഞാൻ കട്ടോറം തിന്നിട്ടുണ്ട്, തെളിവെൻ്റെ കയ്യിലുണ്ട്. ഞാൻ മാത്രമേ കണ്ടിട്ടുള്ളൂ. പക്ഷെ നീ കഴിച്ചോ. ഇത് ഉണ്ടായി വന്നേ ഉള്ളൂ. പുളിയാണോ? നീ പച്ചയാണ് എടുത്ത് കുറച്ച് തന്നെ. ഇത് പഴുത്തിട്ടില്ലല്ലോ, അതാണ്. ഇതിന് പഴുക്കുണ്ടേ. അത് കുരു കടിച്ച് നിന്നിട്ട്, മുന്തിരിയുടെ കുരു കടിച്ച് കഴിഞ്ഞാൽ ചൊറിയുമല്ലോ, അതാണ് മുരുന്ന്. മുന്തിരിയുടെ കുരു കടിച്ച് കഴിഞ്ഞാൽ ചൊറിയും കഴിച്ച്. എനിക്ക് നേരെ നടക്കാൻ പറ്റില്ല. നേരെ നടന്നോ കണ്ടോ, തലയിടിക്കും മുന്തിരിയിട്ട്. അത്രയ്ക്കും മുന്തിരി ഉണ്ട് ഇവിടെ. കാരണം ഇത് ഹൈറ്റ് കുറവിലാണല്ലോ ഇട്ടാണ്. ഡോൺ പ്ലക്ക് ഗ്രേപ്സ്. പക്ഷേ മുന്തിരിയാണ് ഇപ്പോൾ വാരി പറിച്ച് തിന്നേക്കുന്നത്. ആ തൊലിക്കൊരു ചവർപ്പുണ്ട്, പക്ഷെ മുന്തിരി ടേസ്റ്റ് ഉണ്ട്. നല്ല മധുരമുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷെ കൊള്ളാട്ടോ, നല്ല രസം. ഒരു പ്രത്യേക വൈബ്. മുന്തിരി തോപ്പുകളിൽ നമുക്ക് പാർക്കാം, മുന്തിരി തോപ്പുകളിൽ അല്ലേ. ഇപ്പോൾ ഞാൻ വീട്ടിലോട്ട് കൊണ്ടുപോകാനുള്ള മുന്തിരിയും മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ നൈസായിട്ട് വണ്ടി കയറി നേരെ ഇനി എറണാകുളം. അങ്ങനത്തെ ഞങ്ങൾ ട്രിപ്പ് കഴിഞ്ഞ് ഇവിടെ എത്തിയേക്കുവാണ്. ഞാൻ ഇപ്പം എൻ്റെ വീടിൻ്റെ അടുത്ത് എത്തി. സാധനങ്ങളൊക്കെ വണ്ടിയിൽ നിന്ന് ഇറക്കാണ്. അപ്പോൾ നമ്മുടെ കൊടൈക്കനാൽ പളനി ട്രിപ്പ് അവസാനിച്ചിരിക്കുന്നു. അതിൻ്റെ ഞങ്ങൾ നേരെ ഇനി വീട്ടിൽ പോയിട്ടൊന്ന് കിടന്നുറങ്ങണം അല്ലേ. അപ്പോൾ ബൈ ബൈ ഗൈസ്. അടിപൊളിയായിരുന്നു. എങ്ങനെയാണ് ട്രിപ്പ്? എങ്ങനെ ഉണ്ടായിരുന്നു? അതിൽ ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ ട്രിപ്പ് പോകാനായിട്ട്. എങ്ങനെ ഉണ്ടായിരുന്നു? അതെ, ഞാനാണ് ന്യൂ മെമ്പർ. ഈ ഗ്യാങ്ങിലത്തെ ന്യൂ മെമ്പർ ഞാനാണ്. നമ്മൾ അടിച്ച് പൊളിച്ചിട്ടുണ്ട്. നീ എന്തിനാ ആർഡർ? ഇവൻ എന്ത് പറയുന്നത്? ആടി സംസാരിക്കുന്നത് അറിയാൻ പാടില്ല. ഓക്കെ.